കുറച്ച് മൈദയും പഴവും പഞ്ചസാരയും ഉണ്ടെങ്കിൽ ഒരുപാട് സ്നാക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ഇതുപോലെ സ്നാക്സ് കിട്ടും. വെൽക്കം മൈ വീഡിയോ. സോ ടുഡേ റെസിപ്പി നുള്ളിയിട്ടത്. ഇതിന് ചിലയിടത്ത് വാരിയിട്ടപ്പം എന്നെല്ലാം പറയും, പലയിടത്തും പല പേരിലാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 15 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. അത് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഉടച്ചെടുക്കണം. ഇതുപോലെ സ്മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കുക. സ്മാഷർ ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉടച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് അരക്കണ്ട, അത് നന്നായിട്ട് തന്നെ പേസ്റ്റായി പോകും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിൽ തന്നെ മാറ്റം വരും. ടേസ്റ്റ് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും അതിൻ്റെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല പഴുപ്പുള്ള പഴമാണെങ്കിൽ അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. പിന്നെ പഞ്ചസാര നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഷുഗർ ഉള്ള പേഷ്യൻസൊക്കെ ആണെങ്കിൽ ഇത് പഞ്ചസാര ഇടാണ്ടും ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2-3/4 ടീസ്പൂൺ ഏലക്കായൻ്റെ പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മൈദയാണ്. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, അതാണ് എനിക്കായിട്ടുള്ള മൈദ. അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. നല്ല തിക്കുമല്ല, നല്ല ലൂസും അല്ല, ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി, അത്ര തന്നെ. ഇനി അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കാര്യം ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ബോൾ പോലെ പൊങ്ങി വരും. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി പാൻ അടുപ്പിൽ വെക്കുക, ഓയിൽ ചൂടാക്കുക, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കുക. നല്ല ചൂടാക്കരുത്, അതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം. ഇത് ശരിക്ക് കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതാണ് ഇതിന് നുള്ളിയിട്ടപ്പം എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. കുറച്ച് പഴം മൈദയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക ഈവനിങ്ങിൽ. പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് സ്നാക്സിൻ്റെ കൂടെ ഈ സ്നാക്സും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റം കൂടിയാണ്. നല്ല സോഫ്റ്റാണ്. പിന്നെ ആ പഴം ഉടച്ച് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ബൈറ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു പുളിയും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പഴം എടുക്കുമ്പോൾ നമ്മൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കണം. പിന്നെ പഞ്ചസാര എടുക്കുമ്പോൾ അത് അതിൽ കറക്റ്റായിട്ട് എടുക്കണം. ഓവറായിട്ട് എടുക്കണ്ട. ഓവറായിട്ട് എടുത്തു പോയാൽ ഇത് തമ്മിൽ ഒട്ടിപ്പോവുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് കിട്ടൂല. അതുപോലെ തന്നെ മൈദയും ഓവറായിട്ട് എടുക്കണ്ട. ഇതൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ശരിക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ നുള്ളിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ സ്പൂണ് വെച്ചിട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ശരിക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനിയും വെറൈറ്റി വീഡിയോ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.